ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പഴയ ഷോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കഫ്താൻ തയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഷോളിനെ രണ്ടായിട്ട് മുറിക്കുന്നു. അത് ഒരു പീസ് 1 ഇഞ്ച് കൂടുതൽ വെച്ചിട്ടാണ് മുറിക്കുന്നത്. അതിനകത്ത് ആ നീളം കുറവുള്ള പോർഷനാണ് നമ്മൾ ബാക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ നീളത്തിൽ മടക്കിയിട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ബാക്ക് ബോഡീസിൻ്റെ പാറ്റേൺ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതൊരു ലാർജ് എക്സ്ട്രാ ലാർജ് സൈസാണ് ഞാൻ ചെയ്യുന്നത്. 10 ഇഞ്ചസാണ് ബസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. പക്ഷേ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ടാണ് 12 ഇഞ്ച് ഞാനവിടെ ചെയ്യുന്നത്. 2 ഇഞ്ച് ആഡ് ചെയ്തിരിക്കുന്നു. ആ പാറ്റേണിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ഇഞ്ച് ആഡ് ചെയ്തിരിക്കുന്നു. താഴേക്ക് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഒരുപാട് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂടെ കൂട്ടി ഒരു 12 ഇഞ്ചും ആഡ് ചെയ്യാം. ഇങ്ങനെ 2 ഇഞ്ചസ് കൂടുതൽ എടുത്തിരിക്കുന്നു. അവിടെ നിന്ന് താഴേക്ക് ഞാനൊരു 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അത്രയും നീളത്തിൽ മാത്രം നമുക്ക് തയ്യൽ വരുന്നുള്ളൂ, 2 പോർഷൻ കൂടി വെച്ച് തയ്ക്കുമ്പോൾ. ഇനി ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അതായത് ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ സ്ലീവിൻ്റെ നീളം ഞാൻ ഫുൾ ലെങ്ത്ത്, ഷോളിൻ്റെ ഫുൾ ലെങ്ത്തും എടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി സെയിം ബാക്ക് പാറ്റേൺ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നെക്ക് പോയിൻറ്റിൽ നിന്നും 1 ഇഞ്ച് ഞാൻ പൊക്കത്തിലേക്ക് മാർക്ക് ചെയ്ത് ഷോൾഡറുമായിട്ട് ഇതുപോലെ യോജിപ്പിക്കുന്നു. അതിനുശേഷം നീളത്തിലങ്ങ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നു. വീണ്ടും ഇതുപോലെ തന്നെ ഷോൾഡറിൽ നിന്നും 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ 11 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ പോയിൻറ്റിൽ നിന്നും താഴേക്ക് ബസ്റ്റ് 12 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് താഴേക്ക് 13 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നു. ഫ്രണ്ട് നെക്ക് ഞാനൊരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു 4 ഇഞ്ചസ് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതിങ്ങനെ ഒഴുകി കിടക്കുന്ന തുണിയായതുകൊണ്ട് നമുക്ക് സൈഡ് അടിക്കാൻ വേണ്ടിയുള്ള പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഓരോ പീസ് ടേപ്പ് ഇതുപോലെ 2 സൈഡിലും ഇതുപോലെ പിൻ ചെയ്തിട്ട് നല്ല വശത്ത് നിന്നും ഓരോ പീസ് ടേപ്പ് ഒട്ടിച്ച് വിടുന്നു. ചോക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം എനിക്ക്. ആ പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ പിൻ ചെയ്യുന്നത്. അങ്ങനെ 2 പീസിൽ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഞാൻ ടേപ്പ് ഒട്ടിച്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഷോൾഡർ യോജിപ്പിക്കുന്നു. നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ടാണ് ഷോൾഡർ യോജിപ്പിക്കുന്നത്.
നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി അതിനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ആ ടേപ്പ് ചെയ്തിരിക്കുന്ന പാട് നമുക്ക് കാണാം. അത് 2 പീസ് നമുക്ക് ഒരുപോലെ വരത്തക്ക വിധം ടേപ്പ് മാർക്ക് ഒരുപോലെ പിടിച്ച് വെച്ചിട്ട് നീളത്തിൽ താഴേക്ക് ആ പോയിൻറ്റ്സുകളെ തമ്മിൽ യോജിപ്പിച്ച് തയ്ക്കാം. അപ്പോൾ നമ്മുടെ സൈഡ് തയ്ച്ച് കഴിഞ്ഞു. അത്രേ വേണ്ടൂ. കഫ്താൻ റെഡിയായി കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി സെവിങ്.